ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ഒന്നുമല്ല, ഒരു നോർമൽ വീഡിയോ, പക്ഷേ ഒരു സർപ്രൈസിങ് വീഡിയോയിലേക്കാണ് എല്ലാവരെയും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. എന്തൊക്കെയോ വായി വിട്ട് അങ്ങ് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അമ്മയ്ക്കും അച്ഛനും സർപ്രൈസ് കൊടുക്കാൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു സർപ്രൈസ് തന്നെ ഇരിക്കട്ടെ. നമ്മുടെ ഒരു കുഞ്ഞുനാൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ഇത്രയും നല്ലൊരു സാധനം മേടിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സാധിച്ച്. അമ്മയും അച്ഛനും ഇവിടെ ഇല്ല. ഇവിടെ നമ്മുടെ അപ്പുറത്ത് ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാമിയുടെ വീട്ടിലായിരുന്നു ഇന്നലെ വൈകിട്ട് തൊട്ട് സ്റ്റേ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും വരും. നമ്മുടെ തൊട്ടപ്പുറത്ത് സീതയുടെ വീട്ടിലായിരുന്നു താമസമല്ല, നമ്മുടെ 2 വീടും ഒരു 3 വീടിന് അപ്പുറം. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഉത്സവമുണ്ട്, അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് ഇന്ന് ഉച്ചയാകുമ്പോഴേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്ത് അമ്മയ്ക്കും അച്ഛനും സർപ്രൈസ് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പം ചെറിയൊരു സംഭവമാണ്, പക്ഷേ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം, ഇല്ലയോ? നമുക്ക് അമ്മയെ വിളിച്ച് വരുത്താം. ഹലോ, വരുന്നില്ലയോ അമ്മേ? എന്താ വാ ഇങ്ങോട്ട്. കണ്ട് ഇവിടെ അമ്മയുടെ ഒരു കൂട്ടുകാർ വന്നിരിക്കുന്നു. ആണ്ട സുനുവാൻ്റിയാന്ന് തോന്നുന്നു. ഇവിടെ അമ്മ എന്തോ കാര്യത്തിന് സാരി എങ്ങാണ്ട് കൊണ്ടുതരാൻ വേണ്ടി. എന്തോ അമ്മ ഇവിടെ ഉത്സവത്തിന്, ഇവിടെ നമ്മുടെ ഉളുന്തിൽ ഉത്സവത്തിന് കൊടുക്കാൻ വേണ്ടി പച്ചക്കറിയുള്ള സാരി വല്ലതും പറഞ്ഞായിരുന്നോ? അത് കണ്ട് ഇവിടെ സെറ്റും മുണ്ടും കൊണ്ടുവന്ന് ഇവിടെ നിൽപ്പുണ്ട്. പെട്ടെന്ന് വാ. പെട്ടെന്ന് പറഞ്ഞേ. ശരി. ശരി. അപ്പം അമ്മ സെറ്റും മുണ്ടും ശരിക്കും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഉത്സവത്തിന്. അപ്പം അതാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അമ്മയെ വിളിച്ചു വരുത്താം. അപ്പം അമ്മ ഇപ്പം വരുമ്പോൾ എന്തുവാ നീ പറയുമോ സംഭവം? ആരെ കൊണ്ട് ഉറപ്പിക്കാം? നമ്മൾ അമ്മയെ കൊണ്ട് തന്നെ ഉറപ്പിക്കാം. ഒരു രസമായിക്കോട്ടെ, ഉദ്ഘാടനം ചെയ്യാമല്ലോ. എവിടെ ആയിരുന്നു? ഇന്നലെ ഉത്സവത്തിന് പോയ ആളാ. ഇന്നലെ ഉത്സവത്തിന് പോയ ആളാ. ഇപ്പോഴാണോ വരുന്നത്? പിന്നെ ഉറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് എന്തുവായിരുന്നു? എന്തെങ്കിലും ആയിക്കോട്ടെ. രാത്രി എന്തുവായിരുന്നു? സുനു എന്തിയാടാ? രാത്രി എന്തുവായിരുന്നു? രാത്രി ഫുഡല്ല. പിന്നെ സുനു ഒന്നും ഇല്ല. വേറെ ഒരു സർപ്രൈസ് ഉണ്ട് ഇവിടെ. അത് കാണിക്കാൻ വേണ്ടി വിളിച്ചത്. നിങ്ങൾ അവിടെ ആയതുകൊണ്ട് സർപ്രൈസ് തരാൻ വേണ്ടി വിളിച്ചത്. അച്ഛനും ഉറങ്ങുന്നല്ലോ. അച്ഛൻ ഉറങ്ങിയോട്ടെ, അച്ഛന് വൈകിട്ടല്ലേ എണീക്കത്തുള്ളൂ. വാ, അപ്പം സർപ്രൈസ് കൊടുക്കാം. ഇവിടെ ഒരു വീട്ടിൽ ഒരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. നോക്കി കണ്ടുപിടി എന്തുവാന്ന്. എവിടെ ഇരിക്കുന്നതെന്ന്. ഇവിടെ വീട്ടിലൊരു സാധനം പുതിയത് മേടിച്ചിട്ടുണ്ട്. എന്തുവാന്ന് കണ്ടുപിടി. ഏത് പുൽപ്പട്ടി? പട്ടിയൊക്കെ എന്താ? ഇപ്പൊ 2 എണ്ണം ഉണ്ട്. ഹസ്കി. എടുക്കല് എന്തുവായിരിക്കും? അലമാര. പാത്രം വെക്കാനൊക്കെ, തുണിയും വെക്കാൻ. എങ്ങനെ മനസ്സിലായി പാത്രം വെക്കുന്ന അലമാര? പിന്നെ അലമാര ഇല്ലയോ? ഡ്രസ്സിംഗ് ടേബിൾ. കറക്റ്റ്. തെറ്റ്. ഇതൊന്നുമല്ല. ഒരു 5 ഐറ്റം തരാം. ആ 5 ഐറ്റത്തിൽ ഏതെങ്കിലും ഒരു സമയം കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്തുവാ? ഡ്രസ്സിംഗ് ടേബിള്. തെറ്റ്. അലമാര അല്ലെന്ന്. അമ്മയ്ക്കും അച്ഛനുമായിട്ട് ചിലപ്പം ബോറടിക്കുമ്പം ഇങ്ങനെ പിയാനോ ആക്കിയിരുന്നു. ഇവിടെ കസാര ഇടണം. ഇവിടെ കസാര ഇട്. ഒരു മിനിറ്റ്. ഇവിടെ കസാര ഇട്. ഇവിടെ വലിക്കില്ല. ഇവിടെ കസാര ഇട്. ഇവിടെ പിയാനോ അമ്മേ. ഇവിടെ കസാര ഇട്. ഇവിടെ കസാര ഇട്. പിയാനോ എന്ന് പറഞ്ഞാൽ കാണിച്ചേങ്ങനെ രസം. അപ്പൊ അച്ഛൻ ഇവിടെ നമുക്ക് ഡാൻസ് കളിക്കാം. അങ്ങനെ കൂടിയൊരു പിയാനോ വായിക്കൊക്കെ അറിയാമോ? ഒന്നും അറിയത്തില്ല മോനെ. ഒന്ന് കാണിച്ചേടാ. പിയാനോ പഠിച്ചോളൂ. അപ്പം പെയ്യെ വലിച്ചു. പെയ്യെ വലിച്ചോ. എങ്ങനുണ്ട്? പുതിയ അക്കോറിയം എങ്ങനുണ്ട്? എന്ത് രസമുണ്ട് മോനെ. ഇതെന്ത് പോയത് ഇങ്ങനത്തെ കബോർഡൊക്കെ വെക്കാം. നമുക്ക് സാധനമൊക്കെ വെക്കാനൊക്കെ ഉള്ള. ആണോ? ഈ അടിയിലൊക്കെ എടാ, എന്തോ ഒരു മീനിന്റെ കുറവുണ്ടല്ലോ ഇതിനകത്ത്. ഏത് മീനായിരുന്നു? സക്കർ. അമ്മ അതിനാണ്ട് പുറകെ ഒന്ന് ഇങ്ങനെ കാണിച്ചു. അത് കബോർഡ്. അതിനാണ് നമുക്ക് ഈ മീനിന്റെ പാത്രം. ഇവിടെ കൊണ്ടല്ലേ പാത്രം വെക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ. ഇത് നമുക്ക് വെള്ളമൊന്നും അധികം മാറുമൊന്നും വേണ്ട. ഇതങ്ങനെ പെട്ടെന്ന് അഴുക്കാവത്തൊന്നുമില്ല. ഇത് ഇപ്പം ഞാനിവിടെ ഇല്ലെങ്കിൽ തന്നെ ഇതിപ്പം വൃത്തിയാക്കണമെങ്കിൽ ഒന്നും ചെയ്യണ്ട. ആ പുറകെ പോയിട്ട് മോട്ടർ ഓഫ് ചെയ്യണം. മോട്ടർ ഓഫ് ചെയ്തിട്ട് ഈ സ്പോഞ്ച് കണ്ടോ, ഈ സ്പോഞ്ച് എടുത്ത് ജസ്റ്റ് വെള്ളത്തിൽ ഇട്ടൊന്ന് ഒലച്ച് കഴുകിയിട്ട് അതിൻ്റെ അഴുക്കെല്ലാം ഒന്ന് കളഞ്ഞിട്ട് എടുത്ത് തിരിച്ചിവിടെ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. ഇത് കാണിച്ചാ
ഇങ്ങനെ കേട്ടോ, അങ്ങനെ അങ്ങനെ കൊണ്ട് കാണിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ എന്തുവാ വെള്ളം എപ്പോഴും മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഈ വെള്ളം ഇതിനകത്ത് മീൻസ് നല്ല രീതിയിൽ അഴുക്കാകുമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രം പകുതി വെള്ളം മാറ്റിയിട്ട് കളഞ്ഞാൽ മാത്രം മതി. എങ്ങനെയുണ്ട് ഇത് ഇമ്പോർട്ടഡ് എന്തുവാ ഫിഷാ, ഈ ഗോൾഡ് കണ്ടോ, കറുപ്പ് കളറല്ലേ, രസമുണ്ടല്ലേ, നല്ല ഫേസ് കട്ട് ഉണ്ടല്ലോ. ഇങ്ങനെ നോക്കിയടാ, നോക്കിയേ, കറക്റ്റ് 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 കറക്റ്റ്. അതാ കറക്റ്റ്. ഇതിന് എത്ര രൂപ ആയിരിക്കും ഗസ് ചെയ്യ്? ഒരു 5000 രൂപയ്ക്ക് അവിടെ ഗസ് ഗസ് എത്ര രൂപയ്ക്കാണ്? 8 തെറ്റി. 10-15 രൂപയായി. ഒരു പൈസ 10 അല്ല 8 അല്ല ഈ 10 വല്ല 8 വല്ല 12 വല്ല 25 20 അത്രയൊന്നും കൂടണ്ട. 10നും 20നും ഇടയ്ക്ക് 15 18. അത് എത്ര ആയിരിക്കും ഗസ് ചെയ്യാം കേട്ടോ. വലിയ നമ്മളെന്തായാലും നമ്മൾ അങ്ങനെ നമുക്ക് അത്യാവശ്യം അവിടെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയപ്പോൾ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ മാവേലിക്കരയുള്ള ബ്ലൂ എന്നാണ് കേട്ടോ അക്വേറിയം മേടിച്ചത്. ഞാൻ എന്ന് ഈ ഗോൾഡ് ഡിവിഷനൊക്കെ മേടിക്കാൻ പോകുമ്പോഴും ഈ അക്വേറിയം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. നോക്കി ഇങ്ങനെ നിന്നിട്ട് ഞാൻ പറയുന്നത് മേടിക്കാന്ന് വെച്ചോണ്ടിരിക്കും. പിന്നെ ഇന്നലെ പോയപ്പോൾ ഞാൻ പറഞ്ഞ അണ്ണാ ഇത് എത്ര രൂപ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് മേടിച്ച്. ഒരാഗ്രഹമായിരുന്നു, അങ്ങ് അടി സാധനവും വെക്കാം, സെറ്റാണ്. അതാ എങ്ങനെയുണ്ട് ഇത്? നല്ല സൂപ്പർ മോനെ, എന്താ പറഞ്ഞാലും അടിപൊളി. കുറെ മീനൂടെ അങ്ങ് വേണം. കുറെ നമുക്കിതിനകത്ത് നിങ്ങൾ പറഞ്ഞ നമുക്കിതിനകത്ത് ഗോൾഡ് ഡിവിഷനെ വേണോ അതോ മറ്റേ എന്തോ അമ്മയ്ക്ക് ഒരു കളറുണ്ട്, മറ്റേ പച്ച മഞ്ഞ നീലയൊക്കെ വരുന്ന അങ്ങനെയുള്ള മീനെ മേടിച്ചിട്ടുണ്ടോന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു വലിയ കുറെ മേടിച്ചിട്ടിട്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്യാം അല്ലേ? നമുക്ക് ഈ കാലൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പം അത് നോക്കിയിട്ട് പറയണം കേട്ടോ. നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒരു കുറേ മറ്റേ കുഞ്ഞു മീൻ, മറ്റേ ചുമല പച്ച മഞ്ഞ അതിനെ മേടിച്ച് നമുക്ക് ഇടാം. ഓക്കെ. പിന്നെ അടിയിൽ അമ്മയുടെ ബ്യൂട്ടീഷ്യൻ സെറ്റ് ഒക്കെ വെക്കാം. നിങ്ങൾക്ക് എന്തിനാ ബ്യൂട്ടീഷ്യൻ? അല്ല അതൊക്കെ വെക്കാം. എന്തുവാ കണ്ണെഴുതുന്നത് എന്തുമാത്രം ഉറയുണ്ട്, നല്ല സൂപ്പർ. അച്ഛനെ വിളിച്ചിട്ട് വരാൻ പറ. നമുക്ക് അച്ഛനെ വിളിക്കാം. അച്ഛനെ സീതയെ കൊണ്ട് ഉണർത്തിപ്പിച്ചിട്ട് അച്ഛനോട് വരാൻ പറഞ്ഞ് അച്ഛനെ കാണിക്കാം. അമ്മ താണ്ട് അച്ഛനെ ഉണർത്താൻ പോകുന്നുണ്ട്. പൊക്കോ കൊണ്ടുവരണം കേട്ടോ. ആ ശരി. അപ്പം നമുക്ക് അച്ഛൻ വരുമ്പം ബാക്കി എടുക്കാം. അച്ഛൻ വന്നിട്ടുണ്ട് ഗൈസ്. വാ കയറി വാ. എന്താണ് താമസം? കയറി വാ. എങ്ങനെയുണ്ട്? ഇവിടെ ഒരു പുതിയൊരു സാധനം മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അയ്യോ, എന്തിനാ എൻ്റെ മോനെ ഈ പൈസയൊക്കെ കളയുന്നത്? എന്തിനാ ഇതെല്ലാം കളയുന്ന? പൈസ സൂക്ഷിച്ച് വെച്ചോ. നെഗറ്റീവ് അടിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ? നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ഒന്നും ഉണ്ടാവത്തില്ല. ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ്. കുഴപ്പമില്ല, നല്ല തന്നെ. എത്ര രൂപ ചോദിക്കും? എന്തായി? എത്ര ആയി കാണും? എന്റെ ഉദ്ദേശത്തിൽ 12 രൂപ ആയി കാണും. അതിലും മേലെ പോയി. അതിനും മേളിൽ പോയി. എന്നിട്ട് ഞാനൊരു ശകലം കടയിലേക്ക് ശകലം 10 രൂപ വെച്ചിട്ട് തന്നോ. കഴിഞ്ഞ മാസം 10000 രൂപ വന്നിട്ട് എല്ലാ ദിവസവും 500 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് 500 വെച്ച് തന്നോ? 2 ദിവസം 500 തന്നു. 4 കെടുക്കലായിട്ട് 2000 തന്നില്ലേ? 4 കെടുക്കലായിട്ട് എന്നിട്ട് പിന്നെ ഒന്നും തന്നിട്ടില്ല. ആദ്യം പറഞ്ഞ പോലെ ഈ പിന്നെ കച്ചവടങ്ങളാ, അത് ഇടയ്ക്ക് ഇടിവ് സംഭവിക്കും. അത് കാര്യങ്ങളൊക്കെ ചില ദിവസം തരാതിരിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാലും ഇത്രയൊക്കെ വേണമായിരുന്നു. എന്നാലും കൊള്ളാം, നമുക്കൊരു സന്തോഷം, ഒരു ഹാപ്പി. രസമല്ലേ ഇത്? നമ്മൾ ആ ജീവിതത്തിൽ ഒരു തവണ മാത്രം ഇതൊക്കെ മേടിക്കത്തുള്ളൂ, പിന്നെ മേടിക്കാനും പോകത്തില്ല, പിന്നെ നമ്മൾ ഇതിന്റെ പറയാൻ ഒന്നും പോകത്തില്ല. ഇതിപ്പം ഗോൾഡ് ഫിഷ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പെരയുടെ മുകളിലോട്ട് മാറ്റിയിട്ട് അരോണയെ പിടിച്ചിടാം. അരോണ മീനെ കൊണ്ടിടാം. കൊള്ളാം മോനെ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? എന്നാലും സൂപ്പറാ, പക്ഷെ പൈസ ഇച്ചിരി ഓവറാണ്. അത് കുഴപ്പമില്ല. ചില കാര്യങ്ങൾ കുറച്ച് പൈസ ചെലവാക്കണം, അല്ലാതെ EMI അടയ്ക്കാനും മറ്റേ ലോണിന് മാത്രം പൈസ ചെലവാക്കാതെ നമുക്ക് സന്തോഷം വരുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പൈസ ചെലവാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, എന്താ പറഞ്ഞാലും. ഞാനല്ലേ എപ്പോഴും ചാടിക്കുന്നത്. സൂപ്പർ മോനെ, സൂപ്പർ. അപ്പം ഞാൻ ഇതുപോലെ നമ്മുടെ ഈ ഏരിയയിലെങ്കിലും ഞാൻ എങ്ങനെ ഇത് കണ്ടിട്ടില്ല, അറിയില്ല. ആകെ ഇവിടെ പോയിട്ടുണ്ട്, ചിറ്റപ്പന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അഭിമാന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. വേറെ ഏതൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട്? എല്ലാ വീട്ടിലും കാണും. അടിയിൽ കണ്ടോ? കബോർഡൊക്കെ ഉണ്ട്. എന്റെ ബ്യൂട്ടീഷ്യൻ സെറ്റ് ഒക്കെ വെക്കാം. അപ്പം നിങ്ങൾ പറയണം കേട്ടോ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളിപ്പം ഇതിനകത്ത് മറ്റേ പച്ച മീനെയോ ചുമല മീനെയോ അങ്ങനെ കുഞ്ഞു മീനെ വിടണമെങ്കിൽ പറയണം, നമ്മൾ മേടിച്ച് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ. മണിയോ
അമ്മ പേരിടുവാണ് ഗൈസ് മീന്. മണിയമ്മേ. ഇത് മണിയമ്മ. ആ ഇത് സുന്ദരി. ഇത് സുന്ദരി. അപ്പൊ ഇത് ഇത് ഓമന. ഓമന. ഇത് പൊന്നമ്മ. ഇത് സിസിലി. ഇത് സിസിലി. സിസിലി. ഓക്കെ. ഇത് ജാനകി. ഇത് കുഞ്ഞൂട്ടൻ. അത് മണിയൻ. അല്ലല്ല, അവന്റെ സൈസ് കണ്ടാ അറിയാം. അത് ലീലാമ്മ. ആ ശരിയാ. കൂട്ടത്തിലെ സൈസ് ഉള്ളത് ലീലാമ്മ. ലീലാമ്മ, സുന്ദരി, സുന്ദരി, മണിയൻ, മണിയൻ, കുഞ്ഞൂട്ടൻ, സിസിലി. ഇതാരായിരുന്നു? പൊന്നമ്മ. പൊന്നമ്മ. ഇതായിരുന്നു ഇത് ഓമന. ഓമന. ആ അപ്പൊ റെഡിയായി. ഒന്നൊന്ന് വിളിച്ചു. ഓമന ഇവിടെ വാടി. ഓമന വാടി. ഓമന വരും. ഓമനക്ക് സ്നേഹമൊക്കെ ഉണ്ട്. ഓമന ഇവിടെ. എല്ലാരും വന്നടാ. എല്ലാരും വരും. ഇച്ചിരി തീറ്റ കൊടുക്കും മോനെ. തീറ്റ രാവിലെ കൊടുത്താ. എന്തുവാ കുറ്റം പറഞ്ഞു വന്നേത്. കമോൺ കാണിക്കണ്ടേ. അപ്പം ബൈ.